ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. 2-3 ദിവസമായിട്ട് ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. ചെടികളൊക്കെ കുറച്ച് പ്രൂൺ ചെയ്ത് മാറ്റി വെക്കുന്ന ഒരു തിരക്കും അതിനിടയിലുള്ള വൃത്തികേടും കാര്യങ്ങളൊക്കെയാണ്. ക്ലീനിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ വൃത്തികേടായി കിടക്കുകയാണ്. ഒരുപാട് ചെടി ഇനിയും പ്രൂൺ ചെയ്യാനും മാറ്റി വെക്കാനും ഒക്കെ ഉണ്ട്. മുറ്റമൊക്കെ മൊത്തം ഇലകളും പൂക്കളും ഒക്കെ വീണ് ആകെ നാശവശമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു വീഡിയോ കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മക്കളെല്ലാം കളിച്ച് ചട്ടിയും അതും ഇതൊക്കെ മുറ്റത്തും അതും അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം, കുറച്ചൊക്കെ മാറ്റി വെക്കാം എന്നൊക്കെ കരുതിയിട്ട് എടുക്കുന്നതാണ്. കുറച്ച് ചെടികളൊക്കെ ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇത് ആന്തൂറിയമാണ്. എല്ലാം വെയിൽ ചൂട് കൂടിയിട്ട് കരിഞ്ഞൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കലാത്തിയ എല്ലാം കരിഞ്ഞുപോയി. ഇത് ഞാൻ മാറ്റി വെച്ച ബൊഗൻവില്ലകളാണ്. ഇതൊന്നും പ്രൂൺ ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇനി പ്രൂൺ ചെയ്യണം. അപ്പോൾ ക്ലീനിങ്ങിലേക്ക് കിടക്കാൻ പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ മുന്നേ കുറച്ച് ലോൺ പോലെ നാച്ചുറൽ ഗ്രാസ് വെച്ച് ലോൺ സെറ്റ് ചെയ്തിരുന്നു. അത് കുറേ കളകളൊക്കെ പോയി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നി ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ കുറച്ചുകൂടെ എന്ന് വെച്ച് അതിൻ്റെ ഒരു സ്ഥലം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണത്രേ, അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഇനി ചെത്തിയിലാണ് പൂക്കളുള്ളത്. ബോഗൻവില്ലേൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞല്ലോ. അപ്പോൾ ചെത്തിയിലേക്കാണ് ഇനി മുന്നോട്ട് ചെത്തികളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് മുന്നിൽ കുറച്ച് ജറബറാൻ്റെ കളക്ഷൻ ഉണ്ട്. ഒരു 5-6 കളർ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച്. അതുപോലെ ആകെ മൊത്തം നല്ല ചെടികളൊക്കെ പറക്കി വരിക്കുന്ന ഒരു തിരക്കിൽ മൊത്തം അലങ്കോലമായി കിടക്കുവാണ്. മുറ്റത്തിൻ്റെ പുറം ഭാഗമാണ്. അതിനിടയിലാണ് കുറേ നാളായി ആമ്പൽ വിരിയുന്നുണ്ടായിരുന്നില്ല. ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. താമരയിൽ ഇപ്പോൾ പൂവില്ല. ഞാൻ ഒരു 1-2 ആഴ്ച മുന്നേ കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറച്ച് ചെടികളും ഒക്കെ എടുത്ത് വെക്കാനുണ്ട്. ഇത് നമ്മളുടെ ഗോൾഡൻ സൺഷൈൻ്റെ ചെടിയാണ്. വളരെ വലിപ്പത്തിലാണ് ഇത് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ ഞാനത് കളഞ്ഞിട്ടില്ല, ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളെ കൊക്കുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിന് പെയിൻ്റ് അടിക്കാൻ പറ്റിയില്ല. ഇന്നടിക്കാം നാളെ അടിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. അപ്പോൾ അത് നടന്നില്ല. ഇനി മഴ കഴിഞ്ഞിട്ട് മാത്രമേ അത് നടക്കൂ. ഹാങ്ങിങ് പോട്ടുകൾ എടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. വളരെ കുറച്ചേ ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആരുമില്ല സഹായത്തിന്, ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ ഗോൾഡൻ ജാക്ക്പോട്ടിൻ്റെ ചെടിയാണ്. ഒരുപാട് തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വളർന്ന് താഴോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് വശത്ത് കുറച്ച് പൂ വിരിഞ്ഞ ചെടികൾ മഴയത്ത് വെച്ചാൽ പോകും എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ചെടികൾ ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ മീൻസ് കാർ പോർച്ചിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പൂക്കളുള്ള ചെടികളാണിത്. നമ്മളെ ബാലക, കയാട്ട, അതുപോലെ ബ്ലൂബെറി ഐസ്, ടാങ്ലോങ് റെഡ്, റൂബി റെഡ്, ടാങ്ലോങ് പീച്ചാണ്, മഹാറാണി, അതുപോലെ മിസ് ഹോളണ്ട്, അതുപോലെ ഫ്ലെയിം റെഡ്, അങ്ങനെയൊക്കെയുള്ള ചെടികളാണ്. അതിനിടയിൽ ഇന്നലെ മക്കൾ ഫുട്ബോൾ കളിച്ച് കുറേ ചെടിയൊക്കെ തട്ടി താഴെയിട്ട് മണ്ണൊക്കെ നിലത്തുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് വലിയ പെരുന്നാളാണല്ലോ. അപ്പോൾ രാവിലെ ഇന്ന് മോൾക്ക് ട്യൂഷന് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണ്ട. അടുത്ത വീടുകളിൽ നിന്നൊക്കെ നമുക്ക്, അത് അനുജൻ്റെ വീട്ടിലെ പട്ടിയാണ്, സിൽക്കിയാണ് അതിൻ്റെ പേര്. സിൽക്കി വളരെ സ്നേഹമുള്ളൊരു നായക്കുട്ടിയാണ്. സൂപ്പറാന്നവൻ, അവൾ. അപ്പം ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ
ഭക്ഷണം കഴിക്കാനും വിളിക്കും അല്ലാത്തവർ ബിരിയാണിയൊക്കെ കൊണ്ടുതരുമൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് ഭക്ഷണ പരിപാടികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഉച്ചക്കലത്തേക്കുള്ളത്. അതുകൊണ്ട് ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാവുമ്പോൾ കുറച്ച് കൂടുതൽ സമയം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്നങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയത്. ഇത് നമ്മുടെ കയാട്ടയുടെ ഒരു പോട്ടാണ്. അതിലൊരു വത്തക്ക കണ്ണൂർ സ്ലാങ്ങാണ് വാട്ടർമിലൻ്റെ ചെടി തണ്ണിമത്തൻ്റെ ചെടി വളർന്നു നിൽക്കുന്നുണ്ട്. അതിൽ 2 തണ്ണിമത്തനും ഉണ്ട്. അപ്പോൾ അതിനെ മാറ്റിയിട്ടില്ല ഞാൻ. കയാട്ടയാണെങ്കിൽ വളരെ സെൻസിറ്റീവായ ചെടിയുമാണ്. മഴ കൂടുതലായാൽ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെടിയാണ് കയാട്ട. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടില്ല. അത് അത്ര പോലെ വലിപ്പമായിട്ടുണ്ട് നമ്മുടെ തണ്ണിമത്തൻ. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അഥവാ കയാട്ട പോയാലും വേറെ 2 എണ്ണം കയ്യിലുണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോൾ തനിയെ മുളച്ചു വന്ന ഒരു തണ്ണിമത്തൻ്റെ ചെടിയായിരുന്നു അത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. അതുപോലെ കുറച്ച് ഇത് നമ്മുടെ സെയിലിന് ഉണ്ടായിരുന്ന ചെടികൾ സെയിലൊക്കെ കഴിഞ്ഞു. ബാലൻസ് വന്ന കുറച്ച് ചെടികളാണ്. അത് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ വെച്ചതാ. മാറ്റി നടണോ അല്ലേ കൊടുത്തൊഴിവാക്കണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് അവിടെ വെച്ചതാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ റൂബി റെഡാണ്. അതിൻ്റെ മുന്നിലുള്ളത് ഹവായ് പർപ്പിൾ. റൂബി റെഡ് ഭയങ്കര രസമുള്ള ഒരു കളറാണ്. ബീട്രൂട്ടിൻ്റെ അകത്തുള്ള ഒരു കളറ് പോലെയാണ്. ഇത് നമ്മുടെ ഓർക്കിഡ്. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും പൂ വിരിയുന്നത് ഓർക്കിഡിൽ. കുറേ വർഷങ്ങളായിട്ട് കുറേ ഓർക്കിഡ് ചെടി എൻ്റെ അടുത്തുണ്ട്. കഴിഞ്ഞ വർഷം കുറേ ഒച്ച തിന്ന് നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ഇപ്പോൾ ആദ്യമായിട്ടാണ് 2 എണ്ണത്തിൽ ഇത്രയും നിറച്ച് പൂ ഉണ്ടായിട്ടുള്ളത്. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കയറുന്ന വരാന്തയുടെ സ്റ്റെപ്പിലെടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കുറച്ച് പകുതിയായ സമയമായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. മുന്നിലുണ്ടായിരുന്ന ചെടികളൊക്കെ ഞാൻ മാറ്റി പൂ വിരിഞ്ഞ ചെടികൾ മാത്രം ഫ്രണ്ടിലെ സ്റ്റാൻഡിൽ വെച്ചു. ബാക്കി പൂവില്ലാത്ത ചെടികൾ, പൂവുള്ളത് മാത്രം ഇവിടെ വെച്ച് പൂവില്ലാത്തതൊക്കെ ഞാൻ കുറേ പ്രൂൺ ചെയ്തതും കുറച്ച് ചെയ്യാനുള്ളതൊക്കെ മാറ്റി ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചു. പിറകിലും സൈഡിലൊക്കെ ആയിട്ട് ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുപോലെ ഇത് ഗോൾഡൻ മാവാണ്. അതിൽ അത്ര ഫ്ലവേഴ്സൊന്നും ഇല്ല. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ എടുത്ത് പുറത്തോട്ട് വെക്കാനും തോന്നിയില്ല. അതുകൊണ്ട് ഇത് ഫ്രണ്ടിലേക്ക് വെച്ചു. റൂബി റെഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലൈ ബൈറ്റ്സിൻ്റെ ചെടിയാണ്. കുറച്ച് ക്ലീനിങ് കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഏറെക്കുറെ കഴിഞ്ഞു എന്ന് പറയാം. ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ ഒരു 50% മാത്രം കഴിഞ്ഞു. അതായത് മുറ്റത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലത്ര മാത്രം കഴിഞ്ഞു. പൂവുള്ള ചെടികളൊക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, മുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒരു 10-20 ചെടിയും കൂടി നമുക്ക് പോട്ടുകൾ മാറ്റാനുണ്ട് അത്രേ. പക്ഷെ അതൊന്നും മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം മുറ്റമൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു. കുറേ മണ്ണൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് തന്നെ ചെടികൾ വെക്കുന്നത് കൊണ്ട്. ഇൻ്റർലോക്കിൻ്റെ ഇടയിലൊക്കെ നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് പണിയെടുത്തിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈ ബൈറ്റ്സിനെ മാറ്റിയിട്ട് അതെങ്ങോട്ട് മാറ്റണം എന്നൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഗ്രാസിലുള്ള കുറച്ച് ഇതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കളഞ്ഞു, ഫുൾ എടുത്തിട്ടില്ല. അപ്പോൾ ബാക്കി ഈ ഇത്രപോലെ സ്ഥലങ്ങൾ മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കന്നെ നല്ല വെയിൽ വന്നു. ഒരു 12 മണിയായി.
അതുകൊണ്ട് ആന്തോറിയം തൊട്ടിട്ടേ ഇല്ല. അത് മഴ വരുന്ന സമയത്ത് മാത്രം അവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ അഗ്ലോണിയം എല്ലാം ചൂട് കൂടിയതുകൊണ്ട് പൊള്ളിയ ഒരവസ്ഥയിലാണുള്ളത്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഇനി മഴ തുടങ്ങിയതിന് ശേഷം മാത്രം ഒന്ന് ലെവലാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. മുറ്റം നല്ല ക്ലീനാക്കി വെച്ചു. എല്ലാ പ്രാവശ്യവും മഴ കഴിയുമ്പോൾ ഞാൻ മെഷീൻ വെച്ച് മുറ്റം കഴുകി ക്ലീൻ ചെയ്യും. ഒന്നിടവിട്ട വർഷങ്ങളിൽ സ്വന്തമായി തന്നെ പെയിൻറ്റ് ചെയ്യും. ഞാനും മനുജൻ്റെ മോളും കൂടി പെയിൻറ്റ് ചെയ്യും. അപ്പോൾ ഹാങ്ങിങ് ബോർഡ്സും മാറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വിചാരിക്കും ഇനി ചെടികളൊന്നും മുറ്റത്ത് വെക്കൂല, മണ്ണല്ലേ, അങ്ങനെയൊക്കെ കരുതും. പക്ഷേ വീണ്ടും പൂവൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇത് മറന്നു പോവും, പെയിൻ്റ് അടിച്ച കാര്യവും ഒക്കെ. അപ്പോൾ വീണ്ടും ഞാൻ ചെടികൾ പെറുക്കി മുറ്റത്തേക്ക് തന്നെ വെക്കും. അപ്പോൾ എല്ലാ വർഷവും ഇത് തുടരുന്ന ഒരു കലാപരിപാടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നന്നായിട്ട് ക്ഷീണിച്ചു ഉച്ചയായതുകൊണ്ട് തന്നെ. അപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി കഴിക്കേണ്ട ഒരു മൂഡ് എന്തായാലും ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് മാത്രം ഞാൻ 2 എണ്ണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ബാക്കി മക്കൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വെച്ചു. അവർക്കൊക്കെ ഇപ്പോൾ പെരുന്നാൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് റെഡിയാക്കി കഴിക്കാമെന്ന് വെച്ചു. കുറച്ച് ചെടികൾ ഞാൻ മുകളിലേക്ക് ടെറസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഒരു സമയം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഏതഭിപ്രായവും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അതുപോലെ എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ.